മൂസാ നബി അലൈഹി സ്വലാം കൃത്യമായിട്ട് ഈസാ നബി അലൈഹി സ്വലാമിന്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരവിനെ ജൂതന്മാർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതായി. റസൂൽ ഇതേപോലെ ഈസാ നബി അലൈഹി സ്വലാം കന്യകയായ സ്ത്രീ പ്രസവിക്കും. അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെയും കൃത്യമായിട്ട് ജൂതന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായി. പിന്നീട് ജൂതന്മാരുടെ ഇടയിൽ ഈസാ നബി അലൈഹി സ്വലാം വന്ന സമയത്ത് ജൂതന്മാർ തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാമിനെ കല്ലെറിയുകയും ക്രൂശിക്കുവാനും ശ്രമിച്ചത്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം അവിടെ നമുക്ക് പഴയ വേദഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പോകണമെങ്കിൽ അവിടെ പറയുന്നുണ്ട്, മതത്തിനകത്തുള്ള ശാസ്ത്രിമാർ, വ്യാജ ശാസ്ത്രിമാർ അവരുടെ കള്ള കയ്യെഴുത്തുകൾ കൊണ്ട് ന്യായപ്രമാണത്തെ, അതായത് തൗറാത്തിനെ വ്യാജമാക്കി തീർത്തു. അതേ അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനെ ആരെതിർക്കുന്നു? അതേ ജൂതന്മാരിലെ പുരോഹിത വർഗം, മൂസാ നബി അലൈഹി സ്വലാമിനെ അറിയുന്ന പുരോഹിത വർഗമാണ് ഈസാ നബി അലൈഹി സ്വലാമിനെ കല്ലെറിയുന്നത്. ഈസാ നബി അലൈഹി സ്വലാം കഴിഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കലാം ഖുർആനുൽ ഷരീഫ് എന്ന് പറയുന്നത് ജനങ്ങളെ കൊണ്ട് ആരെക്കൊണ്ടും തിരുത്താൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയും ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യവും വന്നു കഴിഞ്ഞപ്പോൾ ജൂതന്മാർ ഈസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് പയറ്റിയതിൽ പകണിയും കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വരികയാണ്. അതായത് ജൂതന്മാർ തന്നെ സ്വയം അവരോധിക്കുകയാണ്. ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് ഇസ്ലാമിനകത്തേക്ക് വന്നുകൊണ്ട് ഷിയ എന്ന് പറയുന്ന വിഭാഗം ആദ്യമായിട്ടുണ്ടാകുന്ന ആ രീതിയിലാണ്. ഇതാണ് ചരിത്രം പറയുന്നത്. ഷിയ എന്ന് പറയുന്ന വിഭാഗം, ആ ഷിയ എന്ന് പറയുന്ന വിഭാഗമാണ് ഖുർആനിൽ തിരുത്തൽ നടത്താൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ലഹിയായ ഹദീസുകൾ ഉണ്ടാക്കി തീർത്തത്. ലഹിയായ ഒരുപാട് ഹദീസുകൾ, അതായത് ലക്ഷക്കണക്കിന് ഹദീസുകൾ ഉണ്ടാക്കി തീർത്തത് ജൂതന്മാർ. ഈ ഷിയ വിഭാഗത്തിലെ ജൂതന്മാരിൽ നിന്ന് ഷിയ വിഭാഗത്തിലേക്ക് വന്നിരിക്കുന്ന ഈ വിഭാഗം ആൾക്കാർ ഈ ലഹിയായ നമ്മൾ ഹദീസുകൾ ഉദ്ധരിക്കുന്ന സമയത്ത്, നമ്മുടെ മുന്നിലേക്ക് ഹദീസുകൾ ഉദ്ധരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂത ക്രിസ്ത്യാനികൾ 72 വിഭാഗവും അതിലൊരു വിഭാഗം സ്വർഗത്തിൽ പോകും, അതേപോലെ എൻ്റെ വിഭാഗം 73 ആകും, ആ 73-ൽ ഒരു വിഭാഗം സ്വർഗത്തിൽ പോകും. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഈ 73 വിഭാഗത്തിൽ ഒരു വിഭാഗം സ്വർഗത്തിൽ പോകുന്ന പറയുമ്പോൾ 72 വിഭാഗത്തിനെ തള്ളണ്ടാണ്. അതായത് നമ്മൾ കാണുന്ന പ്രസ്ഥാനങ്ങളിലെ 72 വിഭാഗത്തിന്റെ പുരോഹിതന്മാരെ കാണുമ്പോൾ അവരെ അതിലുള്ള ചോദ്യങ്ങൾ തള്ളേണ്ടവരാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്കിത് പൂർണ്ണമായിട്ടും ഈ രീതിയിൽ ഹദീസുകൾ ഉദ്ധരിക്കും കൃത്യമായിട്ടുള്ള കൊട്ടേഷൻ കൊടുക്കാതെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ഏത് ഹദീസിൽ നിന്നാണെന്നുള്ള കാര്യം പറയാം? അപ്പോ മറുപടി പറയുന്നതിന് മുമ്പായിട്ട് താങ്കളുടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്ന് പറയാം. ലഹീഹ് അല്ല, ലഈഫ്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, പക്ഷെ എന്നാലും അത് തിരുത്താം. ലഹീഹ് അല്ല, ലഈഫ് എന്ന അറബി ശബ്ദത്തിൽ വന്ന ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ല വിധത്തിൽ ഉണർത്തുകയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഈ ഷിയാക്കളെ പോലുള്ള, ഷിയാക്കൾ മാത്രമല്ല, അങ്ങനെ കുറേ കച്ചവടക്കാർ, ചില ബിസിനസ് മാഫിയക്കാരൊക്കെ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ പേരിൽ ബാദിൻജാൻ ഷജറും മിൻ അസ്ജാരിൽ ജന്ന, വഴുതനങ്ങ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മരങ്ങളിൽപ്പെട്ട ഒരു മരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വഴുതനങ്ങ മാഫിയക്കാർ വഴുതനങ്ങ കച്ചവടം സുലഭമാക്കാൻ വേണ്ടി ചില ഹദീസുകളൊക്കെ നിർമ്മിച്ചത് നമ്മളെ നുഹബിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഷിയാക്കൾ മാത്രമല്ല, ഒരുപാട് മാഫിയകൾ അങ്ങനെ വ്യാജമായി ഹദീസുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അത്തരം ഹദീസുകളുടെ പേര് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ലഈഫ് എന്നല്ല, മൗദൂ എന്നാണ്. അതിന് മൗദൂ എന്നാണ് പറയാം. ലഈഫായ ഹദീസുകൾ വ്യാജമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ലഈഫായ ഹദീസുകൾ എന്ന് പറയുന്നത് കുറ്റമറ്റ ഹദീസുകളുടെ നിബന്ധനകളിൽ ചെറിയ തകരാറുകൾ വല്ലതും വന്നെങ്കിൽ അതിനെ സംബന്ധിച്ചാണ് ലഈഫ് എന്ന് പറയുക. ആ ലഈഫായ ഹദീസുകളെ നമ്മൾ ഒരിക്കലും തന്നെ നിരുപാധികം വ്യാജമാണ്, വർജ്യമാണ്, അതൊരിക്കലും തന്നെ പരിഗണിക്കാൻ പാടില്ല എന്നൊരു നിയമം ഇസ്ലാമിലില്ല. മറിച്ച് ഒരു നിലക്കും അംഗീകരിക്കരുത് എന്ന് പറയപ്പെട്ട ഹദീസുകൾ അത് മൗദൂ ആണ്. മൗദൂ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പേരിൽ ഈ പറഞ്ഞ ഹദീസ് കളവാണെന്ന് നിരൂപകന് ഉറപ്പുവരികയോ അല്ലെങ്കിൽ അതിനൊരു സാധ്യത നിരൂപകൻ കൽപ്പിക്കുകയോ ചെയ്യപ്പെട്ട ഹദീസുകളെ സംബന്ധിച്ചാണ് മൗദൂ എന്ന് പറയുക. അപ്പൊ ചുരുക്കത്തിൽ സഹീഹായ ഹദീസുകൾ അത് തന്നെ രണ്ട് വിധമുണ്ട്. സഹീഹുല്ലി ദാത്തിഹിയുണ്ട്, സഹീഹുല്ലി ഗൈരിഹിയുണ്ട്. ഹസനായ ഹദീസുകൾ അത് തന്നെ രണ്ട് വിധത്തിലുണ്ട്. ഹസനുല്ലി ദാത്തിഹിയുണ്ട്, ഹസനുല്ലി ഗൈരിഹിയുണ്ട്. അതോടൊപ്പം തന്നെ ലഈഫായ ഹദീസുകൾ, ഈ ലഈഫായ ഹദീസുകൾ റിപ്പോർട്ടർമാരിലുള്ള ചില അപഭ്രംശങ്ങൾ സംഭവിക്കപ്പെട്ട ഹദീസുകളെ സംബന്ധിച്ചാണ് ലഈഫായ ഹദീസുകൾ എന്ന് പറയുക. ഇത് മൂന്നുമല്ലാതെ തീർത്തും വർജ്യമായ വ്യാജമെന്ന് പൂർണ്ണമായ ഉറപ്പോ അല്ലെങ്കിൽ ധാരണയോ വന്നു ചേർന്ന ഹദീസുകളെ സംബന്ധിച്ചാണ്
മൗദു ആയ ഹദീസ് എന്ന് പറയുക. ഇത്തരത്തിലുള്ള ഹദീസുകൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ ഇമാമുകൾ ഈ വിഷയത്തിൽ നുഖാദുൽ ഹദീസ് എന്ന നാമകരണം ചെയ്യപ്പെട്ട ഹദീസ് നിരൂപക ശാസ്ത്രജ്ഞന്മാരായ മഹാപണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇന്ന ഹദീസ് സഹീഹാണ്, ഇന്ന ഹദീസ് ദഈഫാണ്, ഇന്ന ഹദീസ് ഹസനാണ്, ഇന്ന ഹദീസ് മൗദു ആണ് എന്നിങ്ങനെ വേർതിരിച്ച് വേർതിരിച്ച് പറഞ്ഞു തന്നതുകൊണ്ട് ഇനി അവരുടെ ഗ്രന്ഥങ്ങൾ അവലംബിച്ചുകൊണ്ട് നമുക്കത് തീരുമാനിക്കാൻ കഴിയും. അതിനുള്ള സംവിധാനം ഇമാമുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. അല്ലാഹുവിന് ശുക്ർ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ.